അദ്ദേഹം കണ്ട കാര്യങ്ങൾ പറഞ്ഞു. ആ ദൃശ്യം കണ്ടത് പിന്നീട് അവിടെ എറണാകുളത്തെ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് അത് കണ്ടെടുക്കാൻ പോലീസ് ശ്രമിച്ചു. അത് സ്റ്റോർ ചെയ്യുന്ന 3-4 മൊബൈൽ ഫോണ് ബോംബെ കൊണ്ടുപോയി അതിൻ്റെ കണ്ടൻസ് മാറ്റിയതൊക്കെ നമുക്കറിയാം. മാറ്റിയത് പോലീസിന് അത് റിട്രീവ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, ഇൻവെസ്റ്റിഗേഷനിലെ ചലഞ്ചുകൾ ഈ കേസിനകത്ത് വന്നു. ഏതായാലും ബാലചന്ദ്രകുമാറിനെ കൂടെ ചേർത്തിട്ട് കുറ്റച്ചാർജ് അഡീഷണലായിട്ട് കൊടുത്തു. 100 കണക്കിന് സാക്ഷികൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എങ്കിലും 261 സാക്ഷികളെ വിസ്തരിച്ചു. അപ്പോൾ അതിന് 1700ഓളം രേഖകൾ കോടതിയിലുണ്ടായി. 28ഓളം സാക്ഷികൾ കൂറുമാറി. നമ്മൾ പ്രതീക്ഷിച്ച പല ആൾക്കാരും സത്യം കോടതി പറയുമെന്ന് വിചാരിച്ചിരുന്ന പലരും കൂറുമാറുന്നതും നമ്മൾ കണ്ടു.